ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ പാർട്ട് 2ൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇത് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് എൻ്റെ കയ്യിൽ. പക്ഷേ ഇങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടൊരു വീഡിയോ എടുക്കാനുള്ള മടിയോണ്ടായിരുന്നു ഇതുവരെ ഇങ്ങനെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതെല്ലാം ഒരേ സമയത്ത് വാങ്ങിച്ചൊന്നുമല്ല, പല സമയങ്ങളിലായിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാത്തിൻ്റെ റേറ്റൊന്നും എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയുള്ളതിൻ്റെയൊക്കെ റേറ്റ് ഞാനിവിടെ പറയുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ കാണിക്കാത്ത ഒരുപാട് മെറ്റീരിയൽസ് ഞാൻ പാർട്ട് 1ൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓരോന്നിനെ പറ്റിയും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ കമൻറ്റിലൊന്ന് പിൻ ചെയ്തിട്ടിടാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ടൊന്നിങ്ങനെ കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്ക് നമ്മളെ കയ്യിലുള്ള പെയിൻറ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത്രയും ആക്രിലിക് പെയിൻറ്റിൻ്റെ ബോട്ടിൽസാണ് എൻ്റെ കയ്യിലുള്ളത്. ഇനിയിപ്പോൾ കുറച്ച് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ള കുറച്ച് ബോട്ടിൽസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ 20 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ്. ഇത് ക്യാമലിനും അതുപോലെ ഫെവിക്രിലൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് കമ്പനിയൊന്നും നോക്കാറില്ല. കാണുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട കളേഴ്സ് അങ്ങ് ചൂസ് ചെയ്യും, അത്രയേ ഉള്ളൂ. രണ്ട് കമ്പനിയും എനിക്ക് ഏകദേശം ഒരുപോലെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ പേൾ കളേഴ്സാണ്. അപ്പോൾ ഇത് പേൾ കളേഴ്സ് ഒരു 6-7 എണ്ണം ഉണ്ട്. പിന്നെ ഒരു 4 മെറ്റാലിക് കളേഴ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. പേൾ കളേഴ്സ് ആകുമ്പോൾ നല്ലൊരു കട്ടിയാണ് ആക്രിലിക് പെയിൻറ്റിനേക്കാളും. പിന്നെ കുറച്ചുകൂടി നല്ലൊരു ഗ്ലൈസിംഗ് ഒക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയാണ്. പിന്നെ എൻ്റെ കയ്യിൽ 4 കളറ് മെറ്റാലിക് ഷെയ്ഡ്സ് ആണുള്ളത്. സിൽവർ, ഗോൾഡ്, കോപ്പർ, പിന്നെ ബ്രോൺസ്, അങ്ങനെ 4 കളേഴ്സാണുള്ളത്. പിന്നെ ഈ ഒരു പേൾ കളറിൻ്റെ ഈ ഒരു സെറ്റിന് 100 റുപ്പീസാണ് റേറ്റ്. അപ്പോൾ ഈ ഒരു ബോക്സിലായിരുന്നു കേട്ടോ അത്. അപ്പോൾ 6 കളേഴ്സിന് 100 റുപ്പീസായിരുന്നു റേറ്റ്. ഞാൻ പെയിൻറ്റ് അങ്ങനെ ഒരുപാട് വാങ്ങിച്ച് വെക്കാറൊന്നുമില്ല. തൊട്ടടുത്ത് തന്നെ കടകളിലൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ ആവശ്യത്തിന് പോയിട്ട് ഇഷ്ടമുള്ള കളേഴ്സ് അങ്ങ് എടുക്കാറേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ 3D ഔട്ട്ലൈനേഴ്സ് ആണ്. അപ്പോൾ 2 ഗ്ലിറ്റർ ഉള്ള ടൈപ്പുണ്ട്. പിന്നെ ആ ഒരു ഓറഞ്ച് ടൈപ്പ് നല്ലൊരു ഗ്ലിറ്റർ ഇല്ലാത്ത ടൈപ്പുമാണ്. അപ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാൻ. പിന്നെ ഇതെൻ്റെ കയ്യിൽ മുമ്പേ ഉണ്ടായിരുന്ന ആക്രിലിക് പെയിൻറ്റിൻ്റെ 2 ട്യൂബാണ്. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി എടുത്ത് വെക്കുന്നത് ഇതൊരു കുക്കീസിൻ്റെ ഒരു ടിന്നുണ്ട്. ഈ ഒരു ടിന്നിലാണ് കേട്ടോ എല്ലാ പെയിൻറ്റും അതുപോലെ നമ്മളുടെ ആ ഒരു പേൾ കളേഴ്സും നമ്മളെ 3D ഔട്ട്ലൈനറും പിന്നെ ഗ്ലിറ്റർ പൗഡറും ഒക്കെ ഞാൻ ഇതിലാണ് എടുത്ത് വെക്കാറ്. ഗ്ലിറ്റർ പൗഡറിൻ്റെ ഈ കുഞ്ഞ് പാക്കറ്റിന് 10 റുപ്പീസാണ്. ഈ ഒരു ടിന്നിന് 30 റുപ്പീസാണ്. നല്ലൊരു ഫൈനായിട്ടുള്ളതാണ്. പക്ഷേ നമുക്ക് ഈ ടിൻ തന്നെ ആകുമ്പോൾ നമുക്കത് എടുത്തു വെക്കാനൊക്കെ നല്ല ഈസിയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു സെറ്റ് ഒന്നും ഇങ്ങനെ വാങ്ങിക്കണം എന്നുള്ളത്. പിന്നെ ഇത് ഞാൻ കുട്ടികൾക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുള്ളതാണ്. ഈ ഒരു 6 എണ്ണത്തിൻ്റെ ആ ഒരു പെയിൻറ്റിനും ഒരു ബ്രഷിനും കൂടെ 10 റുപ്പീസാണ് റേറ്റ്. മുമ്പ് ആ ഒരു പെയിൻറ്റിന് മാത്രമായിരുന്നു, ഇപ്പോൾ ഒരു ബ്രഷും കൂടെ ഒന്ന് ഫ്രീ ഉണ്ട്. അപ്പോൾ എൻ്റെ പെയിൻറ്റിന് എപ്പോഴും ഇവിടെ വഴക്കാണ്. അപ്പോൾ ഇതാകുമ്പോൾ അവർക്ക് കളിക്കാനൊക്കെ യൂസ് ചെയ്യാമല്ലോ. കുട്ടികൾക്കൊക്കെ ഈ വെക്കേഷൻ ടൈമിലൊക്കെ നല്ല യൂസ്ഫുൾ ആണ്. 10 റുപ്പീസേ ഉള്ളൂ. പ്രൈമറി കളേഴ്സൊക്കെ ഉണ്ട്, നമുക്ക് മിക്സ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അത് ഞാൻ ഈ ടിന്നിലേക്ക് തന്നെ വെക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് കുറച്ച് ബ്രഷാണ്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു. ഇത് ഒരേ സൈസിലുള്ള ഒരു 6 ബ്രഷാണ്. അത്ര ക്വാളിറ്റി ഉള്ള ടൈപ്പ് ഒന്നുമല്ല. ഇതിന് 40 റുപ്പീസാണ് റേറ്റ്. പക്ഷേ 27 റുപ്പീസിന് എനിക്ക് കിട്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ പിന്നെ ഞാനൊരു 2 സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സാധാരണ ഇതിന് പെയിൻറ്റ് അടിക്കാനൊക്കെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളതാണ്. പിന്നെ എൻ്റെ കയ്യിലിപ്പോൾ ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ള ഒരു ബ്രഷ് ഇത് 2 ആണ് സൈസ്. അപ്പോൾ നല്ലൊരു ബ്രഷാണ്, കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പാണ്. 25 റുപ്പീസ് ആയിട്ടുണ്ട് റേറ്റ്. പിന്നെ ഇതിപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ വീഡിയോ ചെയ്യുന്നതിൻ്റെ ലേറ്റ് ആയ സമയത്ത് പിന്നെ ഞാൻ അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ബ്രഷുകളൊക്കെയാണുള്ളത്. അടുത്തതായിട്ട് ഇത് ആക്രിലിക് പെയിൻറ്റിൻ്റെ ബോട്ടിൽസാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ്, കുറച്ച് ബൾക്കായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന ടൈപ്പാണ്. അപ്പോൾ ഈ ഒരു 100 ml ഇതിന് 90 റുപ്പീസാണ് റേറ്റ്. അപ്പോൾ എൻ്റെ കയ്യിൽ 3 കളേഴ്സ് ഉണ്ട്. ഞാനിത് ഓപ്പൺ ചെയ്തിട്ടില്ല, അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത് 100 ml നമുക്ക് നല്ല ലാഭമാണ്. കാരണം നമ്മൾ ആ ഒരു കുഞ്ഞ് ടിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ 15 ml 20 റുപ്പീസാണ്. ഇത് 100 ml 90 റുപ്പീസേ ഉള്ളൂ. എനിക്ക് 84-85 ആ റേറ്റിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് റെഡ് കളറ്, മജന്ത കളറ്, ബ്രൗൺ കളർ, 3 കളറേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ഗ്രീന് അതുപോലെ യെല്ലോ ഒക്കെ ഒന്നിങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് വാങ്ങിക്കാൻ പോയിട്ടില്ല, ഇന്ന് റംസാനൊക്കെ ആയതുകൊണ്ട് തിരക്കായതുകൊണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കളേഴ്സൊക്കെ ഇങ്ങനത്തെ ബോട്ടിൽ വാങ്ങിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ലാഭം ഇങ്ങനത്തെ ടിന്നാണ്. പിന്നെ എൻ്റെ കയ്യിൽ 2 സ്പ്രേ പെയിൻ്റ് ആണുള്ളത്. ഇതൊരു മാറ്റ് ഫിനിഷിംഗ് ആയിട്ടുള്ളൊരു ബ്ലാക്ക് കളറാണ്. 125 ആണ് റേറ്റ്. ഇത് ഓൺലൈനായിട്ടൊന്നല്ല, ഷോപ്പിൽ തന്നെ വാങ്ങിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതൊരു റെഡ് കളറാണ്. 150 റുപ്പീസാണ് അതിൻ്റെ റേറ്റ്. അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇനാമൽ പെയിൻ്റ് ആണ്. അപ്പോൾ ഇനാമൽ പെയിൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വീടിൻ്റെ ഗേറ്റിനും അതുപോലെ ജനലിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പെയിൻ്റാണ്. അപ്പോൾ നമുക്ക് ബോട്ടിലിനൊക്കെ നല്ല ബെസ്റ്റാണ്. നമുക്ക് ഒരു കോട്ട് അടിക്കുമ്പോൾ തന്നെ നല്ലൊരു ഫിനിഷിംഗ് ഒക്കെ കിട്ടും. വാർണിഷൊന്നും അടിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ ഇത് നല്ല ലാഭമാണ്. നമ്മൾ ഈ സാധാരണ കുഞ്ഞ് ബോട്ടിൽ വാങ്ങിക്കുമ്പോൾ 15 ml 20 റുപ്പീസാണ്. പിന്നെ ഇങ്ങനത്തെ ഈ ബൾക്കായിട്ടുള്ളത് വാങ്ങിക്കുകയാണെങ്കിലും 100 ml 90 റുപ്പീസാണ്. പക്ഷേ ഇത് 200 ml നമുക്ക് 78 റുപ്പീസേ വരുന്നുള്ളൂ. അപ്പോൾ ഇത് ഒരുപാട് കളേഴ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് ബോട്ടിലിനൊക്കെ ബെസ്റ്റാണ്. പക്ഷേ അത് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കമൻറ്റിലൊന്ന് പിൻ ചെയ്തിട്ടിടാം. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ ഇത് വാർണിഷാണ്. ഇത് നമ്മൾ ഫർണിച്ചറിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വുഡ് വാർണിഷാണ്. 200 ml 73 റുപ്പീസാണ് റേറ്റ്. നമുക്ക് ബോട്ടിലിനൊക്കെ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിന് പകരം നമ്മൾ പിക്ചർ വാർണിഷ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതെൻ്റെ കയ്യിലിപ്പോൾ ഇല്ല.
അടുത്തതായിട്ട് ഇത് ഗ്ലാസ് പെയിൻ്റ് ആണ്. അപ്പോൾ ഇതിൽ 6 കളറുണ്ട്. പിന്നെ അതുപോലെ തന്നെ അത് വരയ്ക്കാനുള്ള ഒരു ഔട്ട്ലൈനറും ഉണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്ക് ബോട്ടിലൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ കുറേ ബോട്ടിൽസൊക്കെ ഗ്ലാസ് പെയിൻറ്റ് വെച്ച് ചെയ്തിട്ടുണ്ട്. ഇത് 85 റുപ്പീസാണ് റേറ്റ്. ഇത്രയും പെയിൻറ്റുകളാണ് എൻ്റെ കയ്യിലുള്ളത്. ആക്രിലിക് പെയിൻറ്റ്, അതുപോലെ സ്പ്രേ പെയിൻറ്റ്, ഇനാമൽ പെയിൻറ്റ്, ഗ്ലാസ് പെയിൻറ്റ്. പിന്നെ എല്ലാവരുടെ കയ്യിലുള്ള പോലെ തന്നെ ഫെവിക്കോൾ ഉണ്ട്. 75 റുപ്പീസാണ് റേറ്റ്. പിന്നെ സെല്ലോ ടാപ്പ് ഉണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ഫ്ലവർ ടേപ്പ് ഉണ്ട്, നമ്മൾ സ്റ്റെമ്മിനൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ 2 സൈഡ് ടാപ്പ് ഉണ്ട്. ഇത് 2 സൈഡിലും ഗമ്മൊക്കെ ആയിട്ട് നമുക്ക് വാളിലൊക്കെ നമ്മൾ വാൾ ഡെക്കറൊക്കെ നമുക്ക് ഒട്ടിക്കാനൊക്കെ പറ്റും. 7 റുപ്പീസാണ് അതിന് റേറ്റ്. പിന്നെ ഇത് വാഷി ടൈപ്പാണ്. അപ്പോൾ ഇത് സെല്ലോ ടൈപ്പ് പോലെ തന്നെ നമുക്ക് ഒരു സൈഡിൽ നല്ല ഡിസൈൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കിത് ഒരു ഗിഫ്റ്റിനൊക്കെ യൂസ് ചെയ്യാം, അതുപോലെ നമുക്ക് ഗ്രീറ്റിംഗ് കാർഡിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഒന്നിന് 8 റുപ്പീസാണ് റേറ്റ്. ഇത് ഗ്ലൂ സ്റ്റിക്കാണ്. ഇത് എയർലൈൻ്റെത് 20 റുപ്പീസും ഫെവിസ്റ്റിക്കിൻ്റെ 25 റുപ്പീസുമാണ്. നമുക്ക് പേപ്പർ വർക്കിനൊക്കെ നല്ല ബെസ്റ്റാണ്. പിന്നെ ഇത് ഗ്ലൂ ഗണ്ണിന് ഉപയോഗിക്കുന്ന സ്റ്റിക്കാണ്. എൻ്റെ കയ്യിൽ 2 ടൈപ്പ് ഗ്ലൂ ഗണ്ണുണ്ട്, വലുതും ചെറുതുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റിക്കാണ്. ഇത് വലുതിൻ്റെത് 15 റുപ്പീസും ചെറുത് 10 റുപ്പീസുമാണ് റേറ്റ്. അപ്പോൾ ഇത്രയും ഒരു ഗമ്മ ടൈപ്പാണ് നമ്മൾ ക്രാഫ്റ്റിനും ബോട്ടിൽ ആർട്ടിനൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിന് പുറമെ ഫെവി ബോണ്ട് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, അപ്പോൾ അത് ഇപ്പം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് CD മാർക്കറാണ്. 10 റുപ്പീസാണ് റേറ്റ്. നമുക്ക് ഈ ബോട്ടിലൊക്കെ റൈറ്റിങ്സിനൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഇത് ഗോൾഡൻ്റെ സിൽവറിൻ്റെ ആ ഒരു കമ്പി നമുക്ക് ഫ്ലവർ മേക്കിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇത് ഇയർബഡ്സ് ആണ്. അപ്പോൾ ഞാൻ ക്രാഫ്റ്റിന് വേണ്ടി വാങ്ങിച്ചിട്ടുള്ളതാണ്. ഈ ഒരു വുഡൻ ടൈപ്പിന് 100 നമ്പേഴ്സിന് 10 റുപ്പീസാണ് റേറ്റ്. പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ 200 നമ്പേഴ്സിന് 10 റുപ്പീസാണ് റേറ്റ്. പിന്നെ ഇത് പോപ്സിക്കിൾസ് ആണ്. അപ്പോൾ ഇത് ഒരു വലിയൊരു ബണ്ടിലിന് 20 റുപ്പീസാണ് റേറ്റ്. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ ഇപ്പോൾ കുറേ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം നമ്മൾ ഒരുപാട് വാൾ ഡെക്കറൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ബാംബൂ സ്ക്യൂവേഴ്സ് ആണ്. അപ്പോൾ ഇത് 2 സൈസിലുള്ളതുണ്ട്. ഇതൊരു വലിയ ടൈപ്പാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഫ്ലവറിനൊക്കെ സ്റ്റമ്മിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു വലിയൊരു ടൈപ്പാണ്. അപ്പോൾ ഇത് വലിയൊരു പാക്കറ്റിന് 60 റുപ്പീസായിരുന്നു റേറ്റ്. അപ്പോൾ ഇത് ഒരുപാട് ഞാനിപ്പോൾ യൂസ് ചെയ്തൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത് 100 നമ്പേഴ്സ് ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട് ആ ഒരു 60 റുപ്പീസിനുള്ളത്. പിന്നെ ഇത് ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളതാണ്. വളരെ തിന്നായിട്ടുള്ള ടൈപ്പാണ്. നമ്മൾ ഈ ഈർക്കിലിയുടെ ഒക്കെ ഒരു സൈസിലൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇതിൽ 45 റുപ്പീസാണ് റേറ്റ് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് 25 റുപ്പീസിന് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈർക്കിലൊക്കെ ഇല്ലാത്തവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്. നമുക്കിനിയിപ്പം അതിൽ ഫ്ലവർ ടൈപ്പ് ഒന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നല്ലൊരു ഭംഗിയാണ് കാണാനും. അപ്പോൾ ഇത് നമുക്ക് നല്ല ലാഭമാണ്. 27 റുപ്പീസ് എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ തന്നെ പകുതി സൈസിലുള്ളതുണ്ടായിരുന്നു ചെറുത്. അപ്പോൾ അത് ഇതുപോലെ വലിയൊരു പാക്കറ്റിന് 10 റുപ്പീസായിരുന്നു റേറ്റ്. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇത് വുഡൻ ക്ലിപ്പാണ്. അപ്പോൾ ഇത് 20 നമ്പേഴ്സിന് 25 റുപ്പീസ് അങ്ങനെ എന്തോ ഒരു റേറ്റ് ആയിരുന്നു. കുറേ മുമ്പ് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു, പക്ഷേ ബാക്കിയൊക്കെ ഞാൻ യൂസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്കൊരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇത് പഞ്ചിങ് ഹോൾ മെഷീനാണ്. അപ്പോൾ നമുക്ക് പഞ്ച് ചെയ്തിട്ട് പേപ്പർ ആണെങ്കിലും അതുപോലെ OHP ഷീറ്റൊക്കെ നമുക്ക് പഞ്ച് ചെയ്യാനൊക്കെ നല്ല യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇത് 82 റുപ്പീസാണ് റേറ്റ്. അപ്പോൾ ഇതിൻ്റെ പഞ്ച് ചെയ്തിട്ട് ഹോളല്ലാതെ സ്റ്റാറും ഹാർട്ട് ഷേപ്പൊക്കെ ആയിട്ട് വരുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈപ്പൊക്കെ ഞാനിവിടെ വാങ്ങിച്ചിട്ടില്ല. ഈ ഒരു ടൈപ്പ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. പിന്നെ ഇത് സ്ട്രിപ്പായിട്ടുള്ള ലൈറ്റാണ്. അപ്പോൾ ഇത് നമുക്ക് ബോട്ടിൽസിലൊക്കെ ലൈറ്റ് ഇട്ടിട്ട് യൂസ് ചെയ്യാനൊക്കെ ടൈപ്പുള്ളതാണ്. അപ്പോൾ ഞാനിത് കുറേ ആയിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇത് നല്ല ലെങ്ത് ആയിട്ടുള്ളതാണ് കേട്ടോ. 9 മീറ്റേഴ്സാണ്. നല്ല ഭംഗിയുള്ള ലൈറ്റ് ഉണ്ട്. പിന്നെ ഇത് 8 മോഡ്സിലാണ് ഇത് ലൈറ്റ്സൊക്കെ വരുന്നത്. ഇങ്ങനെ കുറച്ച് ലൈറ്റ് കൂടുതൽ. അപ്പോൾ അതിൻ്റെ ആ ഒരു ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്യുന്നതിന് ടൈപ്പ് അനുസരിച്ച് നമുക്ക് ആ ഒരു മോഡ്സൊക്കെ ഇങ്ങനെ മാറ്റാൻ പറ്റും. ഇതിൽ 72 ലൈറ്റ് ഉണ്ട്. അപ്പം ഇതിന് റേറ്റ് 220 റുപ്പീസാണ് റേറ്റ്. അപ്പം നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട്. പിന്നെ ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് നമുക്കിങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് ബീഡ്സും മിറേഴ്സൊക്കെയാണ്. അപ്പോൾ ഇത് 2-3 ടൈപ്പ് നല്ല ഭംഗിയുള്ള ടൈപ്പ് ഷുഗർ ബീഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഷോപ്പിൽ പോയ സമയത്ത് അവരിങ്ങനെ പൊടിയൊക്കെ അടിച്ച് കിടന്നിട്ട് അവർ റേറ്റ് കുറച്ച് തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് വാഷ് ചെയ്തെടുത്തപ്പോൾ നല്ലൊരു ഭംഗിയായിട്ടുണ്ട് കേട്ടോ. നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല റേറ്റ് കുറവായിരുന്നു ഇത് കിട്ടിയത്. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ഞാനൊരു മുമ്പൊരു ട്രീ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ബീഡ്സൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റൊക്കെ ചെയ്യണം. പിന്നെ ഇത് കുറച്ച് ലേസൊക്കെയാണ്, ഗോൾഡൻ കളർ ലേസൊക്കെയാണ്. അപ്പോൾ ഇത് നമുക്ക് ബോട്ടിലിൽ ഒരു നെക്കിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാനൊക്കെ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഇത് എൻ്റെ കയ്യിലിപ്പോൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ നേരത്തെ ഒരു ബോട്ടിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലിങ്ങനെ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ ഷോപ്പിൽ ഇങ്ങനെ ഈ ഡ്രസ്സിൻ്റെ ഒക്കെ ഷോളിലൊക്കെ വെക്കാനൊക്കെ വേണ്ടി വാങ്ങിക്കുന്ന ടൈപ്പാണ്. അപ്പോൾ ഇതിലിങ്ങനെ ഒരുപാട് ഒരു റോളിൽ ഇങ്ങനെ ലാസ്റ്റ് ആകുന്ന സമയത്ത് ഇങ്ങനെ കുഞ്ഞു പീസൊക്കെ ഇങ്ങനെ ബോക്സിലെടുത്തു. അപ്പോൾ അങ്ങനെ വാങ്ങുന്ന സമയത്ത് നമുക്ക് റേറ്റ് കുറഞ്ഞിട്ടൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ വാങ്ങിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് സ്റ്റോൺസിൻ്റെ മാത്രമുള്ള ഒരു സ്ട്രിപ്പ് ഉണ്ട്. പിന്നെ അതുപോലെ ബീഡ്സിൻ്റെ ഒരു സ്ട്രിപ്പൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഞാനിത് എപ്പോഴും വിചാരിക്കും ഇങ്ങനെ ബോട്ടിലൊക്കെ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്, പക്ഷേ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പ് ബീഡ്സ് ആണ്. 30 രൂപയാണ് ആ ഒരു പാക്കറ്റിന് റേറ്റ്. നമുക്ക് ഡ്രീം ക്യാച്ചറിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ ഞാനിതുവരെ ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ കുറച്ച് സ്റ്റോൺസ് ഒക്കെ ഉണ്ട്. ഇത് 20 റുപ്പീസാണ് ആ ഒരു വലിയൊരു പാക്കറ്റിന് റേറ്റ്.
അപ്പോൾ നമുക്ക് ഇത് കുറച്ചൊക്കെ ഞാനിങ്ങനെ ക്രാഫ്റ്റിനൊക്കെ ഓരോന്ന് ഫ്ലവേഴ്സിൻ്റെ നടുക്കൊക്കെ ഇങ്ങനെ വെക്കാൻ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ക്രിസ്റ്റൽ ടൈപ്പ് ബീഡ്സ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് ഇങ്ങനെ മാലയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ബാക്കിയാണ്, നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഞാനിതൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇത് കുറച്ച് ടെസൽസ് ഉണ്ട്. അപ്പോൾ ഇത് ഓരോ പാക്കറ്റിന് 10 റുപ്പീസ് ആയിരുന്നു തോന്നുന്നു റേറ്റ്, ഒരു 6 എണ്ണത്തിൻ്റെ ഒരു പാക്കറ്റിന്. പിന്നെ ഇതുപോലെ ഇത് കുറച്ച് മിററൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മിററിനൊക്കെ 10 റുപ്പീസ് ആണ് റേറ്റ് ഓരോ പാക്കറ്റായിട്ട്. പിന്നെ ഇത് ഹാഫ് ആയിട്ടുള്ള ടൈപ്പ് ഓവൽ ഷേപ്പ് പേൾസ് ഉണ്ട്. പിന്നെ അതുപോലെ കുറച്ച് ഷുഗർ ബീഡ്സ് ഉണ്ട്, നല്ലൊരു ഗോൾഡൻ കളർ. അപ്പോൾ ഇതൊക്കെ ഓരോ പാക്കറ്റിന് 10 റുപ്പീസ് ആയിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതുപോലെ തന്നെ ഒരു പാക്കറ്റ് 10 റുപ്പീസ് ആണ്. ഈ കിലുക്കൺ ഇല്ലേ, ആ ഒരു കിലുങ്ങുന്ന ആ ഒരു ടൈപ്പ് ഇതാണ്. അപ്പോൾ എന്തായാലും പറയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് ഞാനിങ്ങനെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഗോൾഡൻ കളറും സിൽവർ കളറൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഞാനിതൊരു പാക്കറ്റ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, ഇതുവരെ യൂസ് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ ഫ്ലവറിൻ്റെ നടുക്ക് വെക്കുന്നത് ഒരു 2-3 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അത് ഓരോന്നിനും ഇങ്ങനെ 4 രൂപ 5 രൂപ അങ്ങനെ എന്തോ ആണ്. പിന്നെ ഇത് കുറച്ച് പേൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് അത്ര ക്വാളിറ്റിയുള്ള ടൈപ്പ് ഒന്നുമല്ല, നമുക്ക് മോളുടെ ഉടുപ്പ് ഇങ്ങനെ ഞാൻ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഓരോ ആവശ്യത്തിനൊക്കെ ഞാൻ അതാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഇത് സ്റ്റോൺസിൻ്റെ ഒരു സ്ട്രിപ്പാണ്, നല്ലൊരു ഭംഗിയാണ്, നല്ലൊരു ഷൈനിങ് ഒക്കെ ഉണ്ട്. നമുക്ക് ക്യാമറയിൽ അത്രയ്ക്ക് അങ്ങ് കാണുന്നില്ല, നല്ല തിളക്കമുള്ള ടൈപ്പാണ്. അപ്പോൾ ഇത് കുറച്ച് റേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കുറേ മുമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും ജ്വല്ലറി മേക്കിങ്ങിനൊക്കെയാണ് നല്ല യൂസ്ഫുൾ. നമുക്കിങ്ങനെ ബാംഗിൾസ് ഒക്കെ ചെയ്യുമ്പോൾ, സിൽക്ക് ത്രെഡിൻ്റെ ബാംഗിൾസ് ഒക്കെ ചെയ്യുമ്പോൾ അതിലൊക്കെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്താലൊക്കെ നല്ല ഭംഗിയാണ്. പിന്നെ ഇതൊക്കെ സ്റ്റോണിൻ്റെ ഒക്കെ ഓരോ സ്ട്രിപ്പൊക്കെ ഞാൻ ഇങ്ങനെ ഓരോ ഉടുപ്പിന്നൊക്കെ ഇങ്ങനെ പഴയ ഉടുപ്പിന്നൊക്കെ ഇങ്ങനെ പറിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ബോട്ടിൽസിലൊക്കെ ഒട്ടിക്കാനൊക്കെ പറ്റും. പിന്നെ ഈ 2 ടൈപ്പ് ഹിജാബിൻ്റെ ഒരു ടൈപ്പ് പിന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നല്ല സ്റ്റോൺസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ കളയാതെ എടുത്ത് വെച്ചിട്ടുള്ളതായിരുന്നു. പിന്നെ ഇത് കീ ചെയിൻ ഹോൾഡറാണ്. അപ്പോൾ നമുക്ക് കീ ചെയിൻ്റെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഇതിലൊക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് വെക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു റൗണ്ടും അതുപോലെ ആ ഒരു ചങ്ങലയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഒന്നിന് 2 റുപ്പീസ് ആയിരുന്നു റേറ്റ്. അപ്പോൾ ഞാനിങ്ങനെ 10 എണ്ണം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ കുറേ ആയി വാങ്ങിച്ചു, ഇതുവരെ അത് വെച്ചിട്ടൊന്നും ഇങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ഈ ഒരു സംഭവം ഒരു സ്പോഞ്ചിൻ്റെ പോലത്തെ ഒരു റൗണ്ട് ഷേപ്പ് ഇങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ ഞാനിത് കുറേ മുമ്പ് വാങ്ങിച്ചില്ലാന്ന്. ക്രാഫ്റ്റിൻ്റെ ഷോപ്പിൽ ഇങ്ങനെ അവരോട് ഇത് എന്താ സാധനം എന്ന് വെച്ചപ്പോൾ എല്ലാവരും ഇങ്ങനെ വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ട്, ഫ്ലവർ മേക്കിങ്ങിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുള്ളതായിരുന്നു. പക്ഷേ എനിക്കിത് വെച്ചിട്ട് എന്താ ചെയ്യാമെന്നൊരു ഐഡിയ ഇല്ല. ഒരു കറക്റ്റ് ഒരു സ്പോഞ്ചിൻ്റെ ഒരു റൗണ്ട് ഷേപ്പ് ആയിട്ടാണ് വരുന്നത്. അത്ര സോഫ്റ്റ് അല്ല, എന്നാലും കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഇത്രയും എണ്ണത്തിന് ഒരു 10 രൂപ 15 രൂപ അങ്ങനെ എന്തോ ആയിരുന്നു റേറ്റ്. അപ്പോൾ ഇതിനെപ്പറ്റി ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് എന്താ ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ പേരെന്താണെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് അറിയുന്നുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാനിതെല്ലാം കൂടെ ഇതുപോലെ ഒരു കുക്കീസിൻ്റെ ഒരു ബോക്സിലാണ് ഞാൻ ഇട്ട് വെക്കാറ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതെല്ലാം കൂടെ ഒരു ഭാഗത്ത് തന്നെ അങ്ങ് ഒതുങ്ങി കിടക്കുമല്ലോ. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ക്രേപ്പ് പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഒരുപാട് കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അത് ഒരുപാട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ ചുരുണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് 3 രൂപ 5 രൂപ ആ ഒരു റേറ്റിലൊക്കെയാണുള്ളത്. പിന്നെ എൻ്റെ കയ്യിൽ 2 ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള ടൈപ്പ് ക്രേപ്പ് പേപ്പർ ഉണ്ട്. ഇത് കുറച്ച് ക്വാളിറ്റി ഉള്ള ടൈപ്പാണ് കേട്ടോ. ഇത് ഈ ഒരു പീസിന് തന്നെ 25 റുപ്പീസാണ് റേറ്റ്. അപ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങനെ പിങ്കും ഒരു ഭാഗത്ത് മെറൂണും ആയിട്ട് നല്ലൊരു ഭംഗിയാണ്. അത്ര പെട്ടെന്ന് കീറി പോകുന്നില്ല, നല്ലൊരു ഫാബ്രിക് ടൈപ്പ്, നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യണം. പിന്നെ ഇത് കളർ പേപ്പേഴ്സ് ആണ്. അപ്പോൾ എൻ്റെ കയ്യിൽ 2 ടൈപ്പ് കളർ പേപ്പേഴ്സ് ഉണ്ട്. ഇത് അത്രക്കൊരു ഫിനിഷിങ് ടൈപ്പ് നൈസ് ടൈപ്പ് ഒന്നുമല്ല, പക്ഷേ നല്ലൊരു ഫെയ്ഡ് ആയിട്ടുള്ളതാണ്, നല്ലൊരു ഭംഗിയാണ് കാണാൻ. നമുക്ക് എൻവലപ്പൊക്കെ ചെയ്യാനൊക്കെ നല്ല ബെസ്റ്റാണ്. ഇത് 100 നമ്പേഴ്സിന് 50 റുപ്പീസ് ആയിരുന്നു റേറ്റ്. പിന്നെ ഇതാണെങ്കിൽ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ടൈപ്പ്, നല്ലൊരു ഫിനിഷിംഗ് ഉള്ള ടൈപ്പാണ്. അപ്പോൾ ഇത് മറ്റതിനേക്കാളും കുറച്ചുകൂടി റേറ്റ് ഒക്കെ കുറവാണ്, കാരണം അതൊരു പുതിയൊരു ടൈപ്പ് കളർ പേപ്പേഴ്സ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇത് നല്ല കളർഫുള്ളാണ്. പിന്നെ ഇത് സ്പോഞ്ച് ഷീറ്റാണ്. ഇത് A4 സൈസ് അല്ല, ഇത് നമുക്ക് ഇങ്ങനത്തെ വലിയൊരു ഷീറ്റിന് 20 റുപ്പീസോ 15 റുപ്പീസ് അങ്ങനെ എന്തോ ആയിരുന്നു റേറ്റ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 3 കളേഴ്സൊക്കെ ഉണ്ട്. പിന്നെ ഇത് നമ്മളൊരു പാക്കറ്റായിട്ട് വാങ്ങിക്കുന്ന ഒരു A4 സൈസിലുള്ള ഒരു സ്പോഞ്ച് ഷീറ്റ് തന്നെയാണ്. ഇതൊക്കെ ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ബാക്കിയുള്ളതാണ്. പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഗ്ലിറ്റർ ഷീറ്റും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ യൂസ് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഇത് മാത്രമേ എൻ്റെ കയ്യിൽ ബാക്കിയുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഇതൊരു ത്രെഡാണ്, പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ആ ഒരു ബ്രൗണിന് 25 റുപ്പീസും പിന്നെ ഒരു പിങ്കും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു ചെറിയ ടൈപ്പ്, നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. അതിന് 15 റുപ്പീസാണ് റേറ്റ്. അപ്പോൾ നമുക്ക് ബോട്ടിലൊക്കെ ഇങ്ങനെ നെക്കിൻ്റെ സൈഡിൽ റോൾ ചെയ്യാനൊക്കെ ബെസ്റ്റാണ്. പിന്നെ അതുപോലെ എൻ്റെ കയ്യിൽ ജൂട്ട് ത്രെഡ് ഉണ്ട്, പിന്നെ കുറച്ച് വൂളൻ ത്രെഡൊക്കെ ഉണ്ട്. അപ്പോൾ വൂളൻ ത്രെഡ് ഇങ്ങനെ നല്ല രീതിയിൽ ഇരിക്കുന്നത് ആകെ ഒരു 5-6 എണ്ണേ ഉള്ളൂ. പിന്നെ എല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരുപാടുണ്ട്. അപ്പോൾ അത് കുട്ടികളെല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് ശരിയാക്കി എടുത്തിട്ട് അത് നന്നാക്കി എടുക്കാൻ ഒരുപാട് ടൈം എടുക്കും. പിന്നെ ഞാൻ ആവശ്യമുള്ളത് അതിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് കട്ട് ചെയ്യാറും. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാനിങ്ങനെ ഒരു ബോക്സിൽ എടുത്ത് വെക്കാറാണ്, ഈ ത്രെഡ് ടൈപ്പ് എല്ലാം കൂടെ. അപ്പോൾ നമുക്കിങ്ങനെ സേഫായിട്ട് ഒരു ഭാഗത്ത് ഇരിക്കുമല്ലോ.
പിന്നെ ഇത് കുറച്ച് സിൽക്ക് ത്രെഡാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ കളേഴ്സ് തന്നെയുണ്ട്. ഈ കളേഴ്സിനൊക്കെ 18 റുപ്പീസ് ആയിരുന്നു റേറ്റ്. പിന്നെ ആ ഒരു സിൽവറും ഗോൾഡനും 25 റുപ്പീസാണ് റേറ്റ്. അപ്പോൾ നമുക്ക് സിൽക്ക് ത്രെഡിൻ്റെ ബാംഗിൾസിന് പിന്നെ ഓർണമെൻറ്റ്സിനൊക്കെ നല്ല ബെസ്റ്റാണ്. പിന്നെ അതുപോലെ കുറച്ച് ഈ ഒരു ഫെതേഴ്സൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. നമ്മൾ ഡ്രീം ക്യാച്ചറൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ബാക്കിയാണ്. അപ്പോൾ ഇനി ഡ്രീം ക്യാച്ചർ വേണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ റിക്വസ്റ്റ് ചെയ്താലും ഞാൻ ഇത് വെച്ചിട്ടൊക്കെ ഒന്നിങ്ങനെ ട്യൂട്ടോറിയൽ ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ കുറച്ച് പീക്കോക്കിൻ്റെ ഫെതേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരുപാടുണ്ട് എൻ്റെ കയ്യിൽ. ഇത് അത്യാവശ്യം നല്ലത് മാത്രമേ ഞാനിങ്ങനെ ഒരു സിപ്പ് ലോക്കിൻ്റെ ഒരു കവറിലാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ മോളുടെ ഒരു ഉടുപ്പിൽ നിന്ന് ഇങ്ങനെ പറിച്ചെടുത്തുള്ളതാണ്. ഒരുപാടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സാറ്റിൻ്റെ റിബൺസ് ഉണ്ട്. അതും ഇതുപോലെ തന്നെ ഇങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെ കുഴഞ്ഞിരിക്കുകയാണ്. കുറച്ച് വീതിയുള്ളതും കുറച്ച് വീതി കുറഞ്ഞത് പിന്നെ അതുപോലെ ഡോട്ടുള്ളതൊക്കെ നല്ല ഭംഗിയുള്ള കുറേ സാറ്റിൻ റിബണൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് 20 റുപ്പീസ് 25 റുപ്പീസ് 15 റുപ്പീസ് ആ ഒരു റേറ്റൊക്കെയാണ് വരുന്നത്. പിന്നെ കുറച്ച് ലേസസ് ഒക്കെ ഉണ്ട്. നല്ല ഹെയർ ബാൻഡിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് നല്ല ലേസസ് ഒക്കെ ഉണ്ട്. സ്ട്രെച്ചബിൾ ആയിട്ടുള്ള നല്ലൊരു ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ പാർട്ട് 1 ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഓരോന്നിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. ഞാനപ്പോൾ ഇതെല്ലാം കൂടെ ഇങ്ങനെ 2 ബോട്ടിലെടുത്ത് വെച്ചിട്ടുള്ളതാണ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഏതാണെന്നുള്ളത് കാണാനൊക്കെ എളുപ്പമാണല്ലോ. അപ്പോൾ ഇത്രയാണ് എൻ്റെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ്. അപ്പോൾ ഇനി ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. ഡെക്കോപേജ് ടിഷ്യൂസ് പിന്നെ അതുപോലെ ക്വില്ലിംഗ് പേപ്പർ പിന്നെ പല ടൈപ്പ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ ഇങ്ങനെ എല്ലാം കൂടെ കാണിക്കുമ്പോൾ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.